ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ലാസ്റ്റ് 2 വീഡിയോ നമ്മൾ ഡേറ്റ മൈനിങ്ങിനെ കുറിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തൊക്കെയായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇൻട്രൊഡക്ഷൻ ടു ഡേറ്റ മൈനിങ്, അതുപോലെ KDD നോളജ് ഡിസ്കവറി ഇൻ ഡേറ്റാബേസ്, ദെൻ ആർക്കിടെക്ചർ ഓഫ് ഡേറ്റ മൈനിങ് സിസ്റ്റം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്, ഡേറ്റ മൈനിങ് മോഡൽസ് ആൻഡ് ടാസ്ക്. ഡേറ്റ മൈനിങ്ങിനെ നമുക്ക് മെയിൻലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. പ്രിഡിക്റ്റീവ് ഡേറ്റ മൈനിങ്ങും ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവ് ഡേറ്റ മൈനിങ്ങും ഉണ്ട്. പ്രിഡിക്റ്റീവ് ഡേറ്റ മൈനിങ് മീൻസ് നമ്മളൊരു ഹിസ്റ്ററിക്കൽ ഡേറ്റ വെച്ചിട്ട് ഫ്യൂച്ചർ ഒരു ഔട്ട്കമ്മിനെ പ്രിഡിക്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഡിസ്ക്രിപ്റ്റീവ് ഡേറ്റ മൈനിങ്ങിന്റെ കാര്യത്തിൽ പക്ഷേ പ്രിഡിക്ഷൻ ഒന്നുമില്ല. ഡേറ്റ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയും ഒരു പാറ്റേണിനെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഡിസ്ക്രിപ്റ്റീവ് ഡേറ്റ മൈനിങ്. പ്രിഡിക്റ്റീവിന്റെ അകത്ത് വരുന്നതാണ് ക്ലാസിഫിക്കേഷൻ, റിഗ്രഷൻ, ടൈം സീരീസ് അനാലിസിസ്, പ്രിഡിക്ഷൻ. ഇനി ഡിസ്ക്രിപ്റ്റീവ് നോക്കിക്കഴിഞ്ഞാൽ ക്ലസ്റ്ററിംഗ്, സമ്മറൈസേഷൻ, അസോസിയേഷൻ റൂൾസ്, സീക്വൻസ് ഡിസ്കവറി, ഇതെല്ലാം ഡിസ്ക്രിപ്റ്റീവ് ഡേറ്റ മൈനിങ് ആണ്. ഇനി നമുക്ക് ഈ ഡേറ്റ മൈനിങ് ടാസ്കുകൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇനി വാട്ട് യു മീൻ ബൈ ഡേറ്റ മൈനിങ് ടാസ്ക്? ഡേറ്റ മൈനിങ് ടാസ്ക് മീൻസ് നമുക്കൊരു ലാർജ് ഡേറ്റ സെറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നിന്ന് പാറ്റേൺസിനെയും നോളജിനെയും എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി ഡേറ്റ മൈനിങ് പ്രോസസ്സിന്റെ ഇടയ്ക്ക് നമ്മൾ പെർഫോം ചെയ്യുന്ന ഫണ്ടമെന്റൽ ഓപ്പറേഷൻസിനെയാണ് ഡേറ്റ മൈനിങ് ടാസ്ക് എന്ന് പറയുന്നത്. ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്രീഡിഫൈൻഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ ക്ലാസ്സസിലേക്ക് നമ്മൾ ഡേറ്റനെ മാപ്പ് ചെയ്ത് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കയ്യിൽ ഇപ്പോൾ കുറേ കാറ്റ്സ് ആൻഡ് ഡോഗ്സിന്റെ ഇമേജസ് ഉണ്ട്. നമ്മൾ ക്യാറ്റ് എന്ന് പറഞ്ഞ ഗ്രൂപ്പും ഉണ്ട്, ഡോഗ് എന്ന് പറഞ്ഞ ഗ്രൂപ്പും ഉണ്ട്. നമ്മുടെ കയ്യിൽ ഒരു ഇമേജ് അതിൻ്റെ അകത്ത് നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ക്യാറ്റിന്റെ ഇമേജ് ആണ് ക്യാറ്റ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിലേക്ക് കൊടുക്കും, ഡോഗിന്റെ ഇമേജ് ആണ് ഡോഗിന്റെ ഗ്രൂപ്പിലേക്ക് കൊടുക്കും. ഇനി ക്ലാസിഫിക്കേഷന്റെ അകത്ത് വരുന്ന എക്സാമ്പിൾസ് ആണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ്, അതായത് ലേബൽ ചെയ്തിട്ടുള്ള ഡേറ്റ വെച്ച് നമ്മൾ മെഷീനെ ട്രെയിൻ ചെയ്യുന്നു. പാറ്റേൺ റിക്കഗ്നിഷൻ, ഒരുപാട് ഡേറ്റ ഉണ്ട്, അതിന്റെ അകത്തുനിന്ന് ഒരു പാറ്റേണിനെ ഐഡന്റിഫൈ ചെയ്യുന്നു. പ്രിഡിക്ഷൻ, പുതിയൊരു ഡേറ്റനെ പ്രിഡിക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നു. നെക്സ്റ്റ് റിഗ്രഷൻ, ഒരു ഡേറ്റനെ റിയൽ വാല്യൂഡ് പ്രിഡിക്ഷൻ വേരിയബിളിലേക്ക് മാപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് ക്ലസ്റ്ററിംഗ്, സിമിലർ ആയിട്ടുള്ള ഡേറ്റനെ ക്ലസ്റ്റേഴ്സ് ആക്കി ഗ്രൂപ്പ് ചെയ്യുന്നു. എക്സാമ്പിൾസ് ആണ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്, സെഗ്മെന്റേഷൻ, ദെൻ പാർട്ടീഷനിങ്. സമ്മറൈസേഷൻ മീൻസ് നമ്മൾ ഒരു സിമ്പിൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തുകൊണ്ട് ഡേറ്റനെ സബ്സെറ്റിലേക്ക് മാപ്പ് ചെയ്യുന്നു. എക്സാമ്പിൾ വരുന്ന ക്യാരക്ടറൈസേഷൻ ആൻഡ് ജനറലൈസേഷൻ. സോ ഇവിടെ ഒരു ഡേറ്റയുടെ കോമ്പാക്ട് റെപ്രസെന്റേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ലിങ്ക് അനാലിസിസ്, ഡേറ്റ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ അൺകവർ ചെയ്യുവാണ്. എക്സാമ്പിൾ അഫിനിറ്റി അനാലിസിസ്, അസോസിയേഷൻ റൂൾസ്, ദെൻ സീക്വൻഷ്യൽ അനാലിസിസ് ഡിറ്റർമൈൻ സീക്വൻഷ്യൽ പാറ്റേൺസ്. എക്സാമ്പിൾ ആയിട്ട് ഒരു ടൈം സീരീസ് അനാലിസിസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഒരു സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഫ്യൂച്ചർ വാല്യൂസിനെ പ്രിഡിക്ട് ചെയ്യും. സമയത്തിനനുസരിച്ച് ഒരു സിമിലർ പാറ്റേണിനെ കണ്ടുപിടിക്കും, എന്നിട്ട് അത് വെച്ചിട്ട് ക്ലാസിഫൈ ബിഹേവിയർ. സോ ഫ്യൂച്ചർ വാല്യൂസിനെ ഈ ഒരു സിസ്റ്റത്തിന് പ്രിഡിക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. അടുത്ത വീഡിയോയിൽ നമുക്ക് ഡേറ്റ മൈനിങ് മെട്രിക്സിനെ കുറിച്ച് നോക്കാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.